ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആനന്ദും ദേവിയും കൂടി അമ്പലത്തിൽ പോയി. പുറകിൽ നിന്ന് കുറേ കിടന്ന് വിളിച്ചു കൂട്ടോ നമ്മുടെ ഗോമതി, പക്ഷെ കേട്ടില്ല. അവർ പോയി. അത് കഴിഞ്ഞപ്പോൾ ഗോമതിക്ക് അത് ഭയങ്കര വിഷമമായിപ്പോയി. ഗോമതി സങ്കടപ്പെട്ടും മിത്രയോട് പരാതിയൊക്കെ പറഞ്ഞ് അകത്തേക്ക് കയറി വരുമ്പോൾ ബാലേട്ടൻ അവിടെ ഇരിക്കുക. അപ്പോൾ ബാലേട്ടാ, ആനന്ദ് എവിടെ പോയതാന്ന് ചോദിച്ചു. അവർ അമ്പലത്തിൽ പോയതാ. എന്നിട്ട് എന്താ അവൻ എന്നോട് പറയാതിരുന്നതെന്ന് ഗോമതി ചോദിക്കുമ്പോൾ ആനന്ദ് അന്വേഷിച്ചായിരുന്നോ? ഞാൻ പറഞ്ഞു നീയും ഇത്രയും എന്തോ ജോലിയിലാ, ഞാൻ പറഞ്ഞോളാമെന്ന്. അതുകൊണ്ട് അവരങ്ങ് പോയെന്ന് ബാലൻ പറയാം. പിന്നെ ഗോമതി, അതെ, ദേവിമോൾ എന്നും അമ്പലത്തിൽ പോകുക അത്രേ. ദേ, അത് നന്നായൊരു കാര്യമാണല്ലേ എന്ന് ചോദിച്ചപ്പം ഗോമതിക്ക് വിഷമമായി. ഗോമതി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. പിന്നെ അതൊക്കെ ഒരു ഐശ്വര്യമുള്ള കാര്യമാണ്. ദേ, ഇനി മുതൽ ദേവി പോകുമ്പോൾ നിങ്ങളും കൂടെ പോകണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇവരോട് ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടപ്പം ഇത്രയ്ക്ക് അങ്ങനെ സൂചിച്ചൊന്നുമില്ല. നല്ല ശീലങ്ങൾ ആരുടെയും കയ്യിൽ നിന്നാണെങ്കിലും നമുക്ക് പഠിക്കാം, ഗുരുത്വേ ഉണ്ടാകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഗോമതി അങ്ങോട്ട് ഇടിച്ച് താഴ്ത്തുവാണ് ബാലൻ. പിന്നെ ദേ, ഞാൻ കടയിലേക്ക് പോകാൻ റെഡി ആവട്ടെ കേട്ടോ എന്ന് പറഞ്ഞു ബാലനകത്തേക്ക് കയറി പോയി. അപ്പോഴത്തേക്കും ഗോമതിക്ക് ഇതൊക്കെ കേട്ട് സഹിക്കുന്നില്ല. ഗോമതി കൊണ്ടുവന്ന തുണിയെല്ലാം കൂടെ ഡൈനിങ് ടേബിളിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവൻ മാറിപ്പോയി, അവൻ ആകെ മാറിപ്പോയെന്ന് പറഞ്ഞു ഭയങ്കര ബഹളം. അപ്പോഴത്തേക്കും മീനു ഇറങ്ങി വന്നു. ശബ്ദം കേട്ട എന്താ അമ്മയെന്ന് ചോദിച്ച്. ദേ, 2 ദിവസം കൊണ്ട് അവൾ ആനന്ദിനെ ആകെ മാറ്റിയെടുത്തു എന്നൊക്കെ പറയുമ്പോൾ അമ്മ എന്തേ പറയുന്നതെന്ന് ചോദിച്ചു മീനു. ദേ നോക്ക്, വീടിന്റെ പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ പോലും എന്നോട് അനുവാദം വാങ്ങുന്നവനായിരുന്നു ആനന്ദ്. അപ്പൊ ഇവർ രണ്ടുപേരും ഇങ്ങനെ നോക്കുവാട്ടോ. അമ്മേ, ഞാൻ ജംഗ്ഷന് വരെ പോകുക. അമ്മേ, ഞാൻ കൂട്ടുകാരനെ കാണാൻ പോവുക. അമ്മേ, ഞാൻ അങ്ങോട്ട് പോവുക. അങ്ങനെ എൻ്റെ സമ്മതം എവിടെ എന്തിനും അതൊരു സന്തോഷമായിരുന്നു അവന്. എനിക്കും അതൊരു സന്തോഷമായിരുന്നു. പക്ഷെ അതാണ് അവളിപ്പോൾ മാറ്റി മറിച്ചിരിക്കുന്നത്. ഇപ്പം അവൻ എന്നോട് പറയാതെ പോയി എന്നൊക്കെ പറയുമ്പം അങ്കിള് പറഞ്ഞത് കേട്ടതല്ലേ, അമ്മയോട് പറയാനായിട്ട് അപ്പച്ചോട് പറയാനായിട്ട് ആനന്ദേട്ടനൊക്കെ തുടങ്ങിയതാ. അപ്പോൾ അങ്കിളാ പറഞ്ഞത് വേണ്ടാന്ന് പറഞ്ഞില്ലേന്ന് ചോദിച്ചു. പറയാൻ തുടങ്ങായിരുന്നെങ്കിൽ പിന്നെ പറയാത്തത് എന്താണെന്ന് ചോദിച്ചുകൊണ്ട് നേരത്തേക്കും ഗോമതി ദേഷ്യപ്പെട്ടു മിത്രയോട്. അവൻ കൈവിട്ടു പോയി, അവൻ എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്നും പറഞ്ഞുകൊണ്ടാ കരയുന്നേ. അവൻ ഇനി അമ്മയെ വേണ്ടെന്നൊക്കെ പറഞ്ഞ് കാട് കയറി ഗോമതി ചിന്തിക്കുമ്പോൾ അമ്മ ചുമ്മാ ആവശ്യമില്ലാത്ത സങ്കല്പിച്ചു കൂട്ടി മനസ്സ് വിഷമിപ്പിക്കരുത് കേട്ടോ. ആനന്ദേട്ടൻ അമ്മയെ മറന്നൊന്നും ചെയ്യില്ല, അത് ഉറപ്പാണെന്ന് പറഞ്ഞു മീനും. ഓ, ഉപദേശിക്കാൻ പിന്നെ ആർക്കും കാശ് ചെലവൊന്നുമില്ലല്ലോ അല്ലേ എന്നൊക്കെ ചോദിച്ച്. നിങ്ങൾക്കൊരു കുട്ടി ജനിച്ച് അതിനൊരു ഭാര്യ വരട്ടെ. നിങ്ങളുടെ മോൻ നിങ്ങളെ മറന്ന ആ ഭാര്യയുടെ പുറകെ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതിന്റെ വിഷമം എന്താണെന്ന്. അപ്പച്ചി, ആനന്ദേട്ടൻ കല്യാണം കഴിഞ്ഞ് 2 ദിവസമല്ലേ ആയുള്ളൂ, പുതുമോടിയല്ലേ, പോട്ടെ വിട്ടേക്കാൻ പറഞ്ഞു മിത്ര. എന്നാലും 2 ദിവസം കഴിയുമ്പോഴേ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 വർഷം കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേന്നും പറഞ്ഞു ഗോമതി. മീനു മിത്ര എന്നും പറയാൻ ആളല്ല. അവൻ പോയി, എൻ്റെ ആനന്ദ് കൈവിട്ടു പോയി എന്നും പറഞ്ഞോണ്ട് നിന്ന് കരച്ചില്ല. എന്നും അമ്പലത്തിൽ പോകണം അത്ര, ദേവിമാളുടെ കൂടെ പോകാം വരട്ടെ എന്ന് പറഞ്ഞു ഗോമതി ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും പിന്നെ നമ്മുടെ മീനു റൂമിലേക്ക് ചെന്ന് ആനന്ദിനോട് അമ്മ ഒരല്പം വിഷമത്തിലാണെന്ന് പറഞ്ഞു. എന്തു പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ ആനന്ദേട്ടൻ ദേവടുത്തി അമ്പലത്തിൽ പോയി, അമ്മയോട് പറയാതെ പോയത്, അത് അമ്മയ്ക്ക് സങ്കടമായെന്ന് പറഞ്ഞു. ഇന്ന് ആദ്യമായിട്ട് ആനന്ദേട്ടൻ ഒരു മാറ്റം അമ്മയുടെ ജീവിതത്തിൽ കാണിച്ചെന്ന് പറഞ്ഞു. എന്ത്, ഇത്രയും കാലം അമ്മയോട് പറയാതെ ആനന്ദേട്ടൻ്റെ ജീവിതത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്നൊരു ദിവസം അതൊക്കെ മറിഞ്ഞു എന്നൊക്കെ പറയുക. അത് അമ്മയ്ക്ക് വല്ലാതെ ഫീൽ ചെയ്തു എന്ന് മീനു പറയുമ്പം ഇതൊക്കെ അങ്ങനെ ഫീൽ ചെയ്യാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യും? ധൃതിക്കിടയിൽ അങ്ങനെയൊന്നും പറയാൻ പറ്റിയെന്ന് വരില്ല എന്ന് ആകാശ് പറയുന്ന സമയത്ത് അതെ, അത് നമുക്കറിയാം, ഞാനും ഇത്രയും അമ്മയെ സമാധാനിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഉണ്ടല്ലോ ആകാശ്, അമ്മയുടെ വശത്ത് നിന്നൊന്ന് ചിന്തിച്ച് നോക്കിയാൽ സ്വാഭാവികമായിട്ടും വിഷമം തോന്നത്തില്ലേ എന്ന് ചോദിച്ചു മീനു. അതുകൊള്ളാം, ഈ നിസാര കാര്യത്തിനൊക്കെ വേണ്ടി ഇങ്ങനെ വിഷമിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ വിഷമിക്കാനല്ല നേരം കാണത്തുള്ളൂ എന്ന് ആകാശ് ചോദിച്ചു. അപ്പോൾ അങ്ങനെ നിസാരമായി കാണല്ലേ ആകാശേ, അമ്മ ഒഴികെ ഇവിടെ മറ്റുള്ള എല്ലാവർക്കും ഓരോരോ ജോലികളുണ്ട്. ദേവേടത്തിയുടെ കാര്യം അതവിടെ നിൽക്കട്ടെ. പകലൊക്കെ നമ്മൾക്ക് വീട് വിട്ട് വേറെ മേഖലകളും കാര്യങ്ങളുണ്ട്. അമ്മ ഈ വീട്ടിൽ തന്നെ ഒറ്റയ്ക്ക് ഇരിക്കുകയല്ലേ. മിത്രയാണെങ്കിൽ പഠിക്കാൻ പോകുന്നു, ആര്യൻ പുറത്തു പോകുന്നു, എല്ലാവരും അവരവരുടെ ജോലികളിലാണ്. പക്ഷെ അമ്മ മാത്രമേ ഈ വീട്ടിൽ ഒറ്റപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയല്ലേ. അപ്പം അമ്മ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കൂട്ടും. അപ്പോൾ അമ്മയ്ക്ക് ഈ ഒരു കുടുംബത്തെ കാര്യം മാത്രമല്ലേ ആലോചിക്കാനുള്ളൂ. ഈ വീടും നമ്മളും നമ്മുടെ കാര്യങ്ങൾ മാത്രമല്ലേ അമ്മയുടെ ചിന്തകളിൽ ഉണ്ടാവത്തുള്ളൂ. ദേ, അതുകൊണ്ട് തന്നെ അമ്മ നമ്മളിൽ എല്ലാവരിലും ഇടപെട്ട് നിൽക്കും. മിത്ര കോളേജിലെ കൂട്ടുകാരോടൊപ്പം സമയം ചെലവഴിക്കും, ഞാൻ ഓഫീസിൽ എൻ്റെ സ്റ്റാഫുകൾക്കൊപ്പം. പാവം നമ്മുടെ അമ്മ വീട്ടിൽ നമ്മളെപ്പറ്റി മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്നൊക്കെ മീന് ചോദിക്കും. ശരിയാണെന്ന് ആകാശ് ഇങ്ങനെ ചിന്തിക്കാം. അപ്പോൾ ഒട്ടുമിക്ക അമ്മമാരും വീടുകളിൽ ഇരിക്കുമ്പോൾ അങ്ങനെയാണ്, അവരുടെ പ്രതീക്ഷ തന്നെ വീട്ടിൽ മറ്റുള്ളവരാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറയുക കേട്ടോ. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ആകാശ് വിഷമിച്ച് നിൽക്കുകയാണ്. ആ സാഹചര്യത്തിൽ എല്ലാ കാര്യങ്ങളും ആലോചിച്ചും പറക്കുകയും അമ്മയോട് തന്നെ പറയാതെ എല്ലാം അവഗണിക്കുന്നു എന്നുള്ളൊരു ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ അതൊന്നും സഹിക്കാൻ പറ്റില്ല. നമുക്കൊരു പക്ഷെ അതൊരു കൊച്ചു കാര്യമായിരിക്കും, പക്ഷെ അമ്മയെപ്പോലെയുള്ളവരെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യം തന്നെയാണെന്ന് പറഞ്ഞു. ശരിയാ നീ പറഞ്ഞത്, ആനന്ദേട്ടൻ അമ്മയോട് പറഞ്ഞിട്ട് വേണമായിരുന്നു പോകാനെന്ന് ആകാശം പറഞ്ഞു. കഴിഞ്ഞു.
ഇനി ഒന്ന് ശ്രദ്ധിക്കാൻ പറയണം കേട്ടോ എന്ന് പറഞ്ഞു മീനു ആനന്ദിനെ പറ്റി ആകാശിനോട് പറയാം. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന മിത്ര അവിടെ ചെടി നനച്ചുകൊണ്ടിരിക്കുമ്പോൾ മിഥുൻ കൃഷ്ണമംഗലത്ത് നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുവാണ് മിത്രയെ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് കൂട്ടുകാരൻ വരുന്നത്. കൂട്ടുകാരൻ വന്നു ചോദിച്ചു, നീ എന്താ അവിടെ നോക്കി നിൽക്കുന്നതെന്ന്. അപ്പോഴത്തേക്കും രാജശ്രീ അങ്ങോട്ടേക്ക് വന്നു. ഒന്നുമില്ല, ആര്യൻ അവിടെ ഉണ്ടോയെന്ന് നോക്കുമായിരുന്നു എന്ന് പറഞ്ഞു മിഥുൻ. ദേ ഞാൻ അലോഹിനോട് ചോദിച്ചിരുന്നു, മിഥുൻ നമുക്ക് വാക്ക് തന്നതുപോലെ കാര്യങ്ങളൊക്കെ നടക്കുമോ എന്നുള്ളത്. അപ്പം ഞാനത് അലോഹിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആൻറ്റി ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. ഒരു സുപ്രഭാതത്തിലെ ആൻറ്റി അസന്തോഷ വാർത്ത കേട്ടിരിക്കും, അതിനൊരു മാറ്റമില്ല. മിത്രയെ ആ വീട്ടിൽ കാണാനില്ല എന്നുള്ള വാർത്ത എന്നും പറഞ്ഞു മിഥുൻ ഇങ്ങനെ പറയാം. അപ്പം ഇവർക്ക് ഭയങ്കര നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ആ മിത്രയല്ലേ, അവളെ ഇല്ലാതാക്കണം എന്നല്ലേ നിങ്ങളുടെ ആഗ്രഹം. നിങ്ങൾ നോക്കിക്കോ, അത് സംഭവിച്ചിരിക്കും ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് മിഥുൻ ഇവർക്ക് വാക്ക് കൊടുക്കുക. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ ഇവിടെ നിൽക്കട്ടെ, അടുത്ത നീക്കങ്ങൾ ഇന്ന പോലെ ഇന്ന സമയത്ത് തുടങ്ങുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനിങ്ങനെ പറഞ്ഞു കൊടുക്കുക കേട്ടോ. അത് മതി, അത് മാത്രം മതി എന്ന് പറഞ്ഞ് രാജശ്രീ അവിടെ നിൽക്കുന്നു. അലോഹം ഭയങ്കര പ്രതീക്ഷയോടുകൂടി അവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മീനു റൂമിലും ഡ്രസ്സൊക്കെ മടക്കി വെക്കുമ്പോഴാണ് നമ്മുടെ ദേവി മുറിയിലേക്ക് മിണ്ടാതെ വന്നങ്ങ് കയറി നിൽക്കുന്നത്. തിരിഞ്ഞു നോക്കുന്ന മീനു ദേവിയെ കണ്ട അയ്യോ അമ്മേ എന്ന് പറഞ്ഞു ഒരൊറ്റ കരച്ചിൽ. അയ്യോ എന്നാ പേടിച്ചോയോ എന്ന് ദേവി ചോദിക്കാം മീനുവിനോട്. മീനു നെഞ്ചത്തും കയ്യും പിടിച്ചിങ്ങനെ നിൽക്കുക. അപ്പം ഞാനീ പ്രസാദമേ തരാൻ വന്നതാ, നെറ്റിയിൽ പ്രസാദം തൊടുന്നത് കൊണ്ട് വിരോധമില്ലല്ലോ. അയ്യോ എന്ത് വിരോധം, സന്തോഷമുള്ളൂ എന്ന് മീനു പറഞ്ഞു. അപ്പോഴത്തേക്കും ദേവി ചന്ദനമൊക്കെ തൊട്ട് കൊടുത്ത് ഭയങ്കര കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ദേവി ഇങ്ങനെ നിൽക്കുക. മീനു ഇങ്ങനെ അടിമുടി നോക്കുന്നുണ്ട് ദേവിയെ. ഞാനൊരു കാര്യം പറഞ്ഞാലേ മീനാക്ഷിക്ക് വിഷമമൊന്നും തോന്നില്ലല്ലോ, ഇപ്പൊ പറഞ്ഞോളാം പറഞ്ഞു മീനു. ഞാൻ പ്രത്യേകിച്ചേ ഒന്നും മനസ്സിൽ വെച്ച് പറയുന്നതല്ല കേട്ടോ. ഈ സർക്കാർ ജോലിക്കാർക്കേ, അതിൽ തന്നെ സർക്കാർ ജോലിയുള്ള സ്ത്രീകൾക്കേ ഒരു ലേശം അഹങ്കാരം കൂടുമല്ലേ, ശരിയല്ലേ എന്ന് ദേവി ഇങ്ങനെ ചോദിച്ചപ്പോൾ നമ്മുടെ മീനു അവിടെ നിന്ന് ഒരു ചിരി. ദേവി ഇങ്ങനെ എന്ന് പറഞ്ഞ് നോക്കുക, അറിയറ്റില്ല. അപ്പൊ മീനാക്ഷി എന്താ ഉത്തരം പറയാതെ നിന്ന് ചിരിക്കുന്നേ? അതെ, എൻ്റെ ചിരി തന്നെ ഉത്തരവെന്ന് മീനു അന്നേരം പറഞ്ഞു. എൻ്റെ പൊന്ന് ദേവേടത്തി, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഞാൻ എന്തു മറുപടിയാ പറയേണ്ടത്? അപ്പൊ പിന്നെ ചിരിക്കാം, അത്ര തന്നെ. അത് ചിരിച്ചു തള്ളാം. അത് മീനാക്ഷി ഒഴിഞ്ഞു മാറുന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ദേവേടത്തി ചില ഓഫീസിലൊന്ന് വന്ന് നോക്കണം. വാളിന്റെ താഴെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലെ ജീവനക്കാർ ഇവിടെ തന്നെ എനിക്ക് ചില ദിവസങ്ങളിൽ കിടന്നാൽ ഉറക്കം പോലും വരാറില്ല ഓഫീസിലെ കാര്യങ്ങൾ ആലോചിച്ചിട്ടേ. അപ്പോ അയ്യോ മീനാക്ഷി, ഞാൻ വെറുതെ പറഞ്ഞാട്ടോ, ഒന്നും മനസ്സിൽ വെച്ചേക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ ദേവേടത്തി. പിന്നെ ഞാനൊരു കാര്യം ദേവേടത്തിയോട് പറയട്ടെ. എന്താ മീനു പറഞ്ഞു? ഇനി വീട്ടിൽ നിന്ന് പുറത്തൊക്കെ പോകുമ്പോഴേ അമ്മയോട് കൂടി ഒന്ന് പറയണം കേട്ടോ എന്ന് പറയുമ്പോൾ ദേവി ഇങ്ങനെ നോക്കുക. അതെന്താ അങ്ങനെ? അല്ല, നിങ്ങൾ അമ്മയോട് പറയില്ലെന്നൊന്നും അല്ല കേട്ടോ, പക്ഷെ എവിടെ പോയാലും റോഡിലേക്കാണെങ്കിൽ പോലും അമ്മയോടൊന്ന് സൂചിപ്പിച്ചേക്കണേ എന്ന് പറഞ്ഞു. അപ്പൊ മീനാക്ഷി എന്താ ഇപ്പോ ഇത് പറയാൻ കാര്യം എന്ന് ദേവി. അല്ല, ഞാൻ വെറുതെ സൂചിപ്പിച്ചതേ ഉള്ളൂ എന്ന് മീനു പറഞ്ഞു. അങ്ങനെ സൂചിപ്പിക്കാൻ ഒരു കാരണം വേണമല്ലോ, അതാ ഞാൻ ചോദിച്ചത് എന്താണെന്ന്. വെറുതെ നിന്ന നിപ്പിൽ ആർക്കും ബോധോദയൊന്നും വരത്തില്ലല്ലോ. അതാ ഞാൻ ചോദിച്ചത്. മീനാക്ഷി എന്നോട് ഇങ്ങനെ പറയണമെങ്കിൽ തക്കതായി എന്തോ ഒരു കാരണമില്ലേ എന്ന് ചോദിച്ചു. ഇന്നിപ്പോ നിങ്ങൾ അമ്പലത്തിൽ പോയില്ലേ, അമ്മയോട് പറയാത്തതിൽ അമ്മയ്ക്ക് ചെറിയൊരു സങ്കടമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ദേവി ഒരു ഒറ്റ ഓട്ടം. അയ്യോ ദേവേടത്തി, അയ്യോ ഇത് എങ്ങോട്ട് പോവാന്ന് ചോദിച്ചു. അല്ല, അമ്മയോടൊന്ന് ചോദിക്കണ്ടേ അത്? എൻ്റെ പൊന്ന് ദേവേടത്തി, എന്താ ഇങ്ങനെ? ഞാൻ ദേവേടത്തിയോട് സ്വകാര്യമായിട്ടൊരു കാര്യം പറഞ്ഞു, അത് ദേവേടത്തിയെ വിശ്വസിച്ചിട്ടാ പറഞ്ഞത്. അപ്പൊ തന്നെ അമ്മയോട് ചെന്ന് പറയാൻ പോവുകയാണെന്ന് ചോദിച്ചു. അയ്യോ, കാര്യങ്ങൾ നമ്മളെല്ലാവരും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അറിഞ്ഞിരിക്കണ്ടേ, അതുകൊണ്ടാണ് ഞാൻ. അയ്യോ ദേവേടത്തി, ഏട്ടത്തി അമ്മയോട് ചോദിച്ചാലേ അമ്മയ്ക്ക് അത് കൂടുതൽ വിഷമാവത്തല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു. ആണോ? അതെ, ഞാനൊരു കാര്യം ഏട്ടത്തിയോട് ചോദിച്ചു എന്നേ ഉള്ളൂ, അതിന് ഏട്ടത്തി ഇങ്ങനെയൊന്നും കാണണ്ടെന്നൊക്കെ പറഞ്ഞു മീനു. പിന്നെ എന്നാ ഞാനൊരു കാര്യം പറയട്ടെ. അപ്പൊ എന്താണെന്ന് മീനു ചോദിച്ചു. അതെ, ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥരുടെ അഹങ്കാരത്തെ പറ്റിയൊക്കെ പറഞ്ഞത് മീനാക്ഷിക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? അപ്പോ അതിന് ഇതായിട്ട് തിരിച്ചു പറഞ്ഞതല്ലേ അല്ലേ എന്ന് ചോദിച്ചപ്പോ എൻ്റെ പൊന്നേട്ടത്തി ഇതിനെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് പറഞ്ഞ് മീനു ചോദിക്കുക. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇതിനെ മെരിക്കണമെങ്കിൽ ഭക്തിയിൽ തന്നെ പിടിക്കാം എന്ന് മനസ്സിൽ ചിന്തിക്കുക. പെട്ടെന്ന് തന്നെ ദേവിയുടെ തലയിലേക്ക് അങ്ങ് തൊട്ടു മീനു ചാടി. ദേവേടത്തി ആണെങ്കിൽ സത്യം ഏട്ടത്തി പോയി അമ്മയോട് ചോദിക്കരുത് കേട്ടോ എന്നും പറഞ്ഞു. ഇനി അങ്ങനെ എങ്ങാനും ഏട്ടത്തി ചെയ്ത ഏട്ടത്തിക്ക് അതിൻ്റെ ദോഷമെന്ന് പറഞ്ഞു, അത് വലിയ ദോഷമാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കത്തില്ല, എന്നാലും എൻ്റെ തലയെ തൊട്ടൊന്ന് സത്യം ചെയ്യണ്ടായിരുന്നു മീനു എന്നും പറഞ്ഞുകൊണ്ട് ദേവി അവിടെ നിന്ന് പോയി. ദേവി ഒരു മുഴ എറിയുമ്പോൾ 10 മുഴം കൂടുതൽ നമ്മുടെ മീനു അങ്ങ് എറിയും. ശരിക്കും പണി കൊടുത്ത് തന്നെയാണ് ദേവിയെ മേരിക്കാൻ നിർത്തുന്നത് നമ്മുടെ മീനാക്ഷി. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ കടയാണ് കാണിക്കുന്നത്. കടയിലാണെങ്കിലും നമ്മുടെ ധർമ്മൻ അവിടെ നിന്ന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും ആകാശി എന്നിട്ട് ജോലി ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ജോലി ചെയ്യാതെ ധർമ്മൻ ഇങ്ങനെ നിൽക്കുന്നു. ധർമ്മനാണെ ഭയങ്കര ഗെയിം കളി. അങ്ങനെ ഗെയിം കളിച്ചുകൊണ്ട് ആകാശും ധർമ്മനും കൂടെ വഴക്ക് കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബാലൻ അങ്ങോട്ടേക്ക് വരുന്നത്. പിന്നെ ധർമ്മൻ്റെ ഗെയിം കളി എവിടെ പോയിന്ന് പോലും കണ്ടില്ല. അപ്പോഴത്തേക്കും നമ്മുടെ
ആകാശ് കണ്ടു ഈ പറയുന്ന ബാലനെ ആകാശ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നൈസായിട്ട് അങ്ങോട്ടേക്ക് ഒഴിഞ്ഞു മാറി നിൽക്കുക. അപ്പോൾ ബാലനെ കുറെ കുറ്റവും പറഞ്ഞു. നമ്മുടെ ധർമ്മൻ അവിടെ നിന്നിങ്ങനെ കളിച്ചോണ്ടിരിക്കടാ ബാല മണ്ട ഇത് കളിക്കടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നു. അപ്പോൾ ധർമ്മ എന്ന് പറഞ്ഞു നമ്മുടെ ബാലൻ വിളിച്ചു. അയ്യോ എൻ്റെ പൊന്നെ ബാലേട്ടന് ആളിയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാളിയൻ എന്തൊരു മുന്നറിയിപ്പില്ലോട്ട് വന്നേന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ കടയിലേക്ക് വരെ ഞാൻ നിനക്ക് എഴുത്തെഴുതി അയക്കണോടാന്ന് ബാലൻ ചോദിക്കാം. എന്നിട്ട് ഫോൺ നോക്കിയിട്ട് അപ്പം ഞാനില്ലാത്തപ്പോൾ ഇതാ നിൻ്റെയൊക്കെ പണിയല്ലേടാന്ന് ചോദിച്ചാൽ ഫോൺ എടുത്ത് എറിയാൻ നോക്കുക ബാലൻ. അപ്പോൾ എറിയരുതേ അളിയാ എറിയരുതേ, അതെ അറിയാതെ ഒരു അബദ്ധം പറ്റിപ്പോയതാ ക്ഷമിക്കണേ എന്നൊക്കെ പറഞ്ഞു. നീ ആരെ പറ്റിയാടാ പട്ടാളം എന്നൊക്കെ വിളിച്ച് പറഞ്ഞെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞല്ലെന്നേ, അത് പിന്നെ രാമേട്ടനെ പറ്റി പറഞ്ഞാച്ചാന്ന് ആകാശ് പറയാം. അപ്പം ദേവിമോള് പറഞ്ഞതുകൊണ്ട് ശല്യങ്ങൾ കുറേ ആയി എന്നൊക്കെ പറഞ്ഞതോ. അപ്പം ഇതെല്ലാം ഇവരവിടെ നിന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം ബാലൻ കേട്ടുകൊണ്ട് കയറി വന്നു. അങ്ങനെ ധർമ്മനെ അവിടെ ഇട്ട് വട്ടം കറക്കുകയാണ് ഈ ബാലൻ. അങ്ങനെ ആകാശിനും ധർമ്മനും ഭയങ്കര താക്കീതൊക്കെ കൊടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഫോണിലേക്ക് ഒരു കോള് വരുന്നു. ഭയങ്കര സന്തോഷത്തോടെ കോൾ എടുത്തു. അപ്പോൾ ദേവിമോളെ വിളിച്ചതാ. മോളെ ദേവി, ബാലച്ച ഞങ്ങളെ അമ്പലത്തിൽ പോയിട്ട് വന്നു കേട്ടോ എന്ന് വിളിച്ചു പറയുക. പിന്നെ ബാലച്ചൻ കടയിലേക്ക് പോയോ? അച്ഛന് പോകാതെ പറ്റുമോ മോളെ? പിന്നെ ഇവിടെയുള്ള കിഴങ്ങന്മാർക്ക് എന്തെങ്കിലും ചെയ്യാൻ അറിയാവോ? ഒന്നും അറിയത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ബുദ്ധിശാലി കളിക്കുകയാണ് ബാലന് പറ്റിയിരിക്കുന്ന അബദ്ധം ഇന്റർനാഷണൽ അബദ്ധമാണെന്ന് അറിയുമ്പോൾ ബാലന്റെ അഹങ്കാരമൊക്കെ താനെ കുറഞ്ഞോളൂ. അപ്പൊ ഇയാൾ ഈ പറയുന്നതൊക്കെ കേട്ടപ്പോൾ ധർമ്മൻ ആകാശിനോട് ചോദിച്ചു, ഇയാൾ ശരിക്കും നിന്റെ അപ്പനാണോ അത് ശ്രീദേവിയുടെ അപ്പനാണോ എന്ന്? അല്ല മോള് പ്രാർത്ഥനയും വഴിപാടൊക്കെ നടത്തിയെന്ന് ചോദിക്കുമ്പോൾ ബാലച്ചന് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാലച്ചനല്ലേ ഈ വീടിന്റെ നെടുന്തൂണെന്ന് പറയുന്നത്. അപ്പോൾ മോളെങ്കിലും അത് മനസ്സിലാക്കിയല്ലോ. മീനാക്ഷി ആണെങ്കിലും മിത്രയാണെങ്കിലും അവരുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടി മാത്രമേ പ്രാർത്ഥനയും വഴിപാടും ഒക്കെ നടത്താറുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു. അപ്പോൾ ദേവിമോള് കുറെ അങ്ങ് പറയും. ഇതൊക്കെ കേട്ടപ്പോൾ ആനന്ദിന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ആകാശിന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഇന്നതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ബാലച്ചന് വേണ്ടി ഞാൻ പ്രത്യേകിച്ച് എല്ലാം മാറ്റി വെച്ചേക്കാന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്താൽ മോളെ എന്ന് പറഞ്ഞു അച്ഛൻ. ശരി ബാലച്ച എന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആകാശിന്റെയും ധർമ്മന്റെ അടുത്തേക്ക് ചെന്നിട്ട് എല്ലാവരും കണ്ടു പഠിക്കണം എൻ്റെ ദേവിമോളെ എന്നും പറഞ്ഞ ഈ ഡയലോഗാ. അപ്പൊ അളിയാ അതെന്താ വേറെ മരുമക്കളും ഉണ്ടല്ലോ, അവർക്കില്ലാത്ത എന്ത് പ്രത്യേകത ദേവിക്കുള്ളതെന്ന് ധർമ്മം ചോദിച്ചു. അത് കേട്ടപ്പോ എടാ ആ അച്ചടക്കവും വിനയവും മര്യാദയും ഒക്കെ വേറെ ആർക്കും ഇല്ല ധർമ്മ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയും. അപ്പൊ അതൊന്നും ആകാശനങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ആകാശിന് ദേഷ്യം വരുന്നുണ്ട്. അതെങ്ങനെയാ സ്വന്തം ഭർത്താവിനെ പേര് വിളിക്കരുതെന്ന് പോലും അറിയാത്ത വകകളല്ലേ ഇതുവരെ വീട്ടിൽ വന്ന് കയറിയതുങ്ങളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതുങ്ങളെ കുറ്റം പറയാം. അപ്പൊ എന്തായാലും നോക്കി എല്ലാം കരിവിളക്കാണെന്ന് പറയുമ്പോൾ ദേവി ആയിരിക്കും ചന്ദനമല്ലേ എന്ന് ചോദിച്ചു ധർമ്മൻ. സംശയം എന്താ, ദേവിമോളെ കണ്ടു പഠിച്ചാൽ മറ്റുള്ളവളുമാർക്ക് കൊള്ളാമെന്നും പറഞ്ഞ് അഹങ്കാരം തന്നെ ഇരുന്ന് പറയാം. അത് കേട്ടിട്ട് ധർമ്മൻ നീ അതൊന്നും വേർത്ത് വിഷമിക്കേണ്ടത്, അത് അധികകാലം ഉണ്ടാവത്തില്ലെന്ന് പറഞ്ഞു ധർമ്മൻ ആകാശിനോട് പറഞ്ഞിട്ട് അവിടുന്ന് പോയി. ആകാശിന് ഇത് കേട്ട് ഭയങ്കര ദേഷ്യമായിട്ടോ. ആകാശ് ഭയങ്കര കലിപ്പിൽ അവിടെ ഇങ്ങനെ നിൽക്കുവാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം ദേവി അമ്മയെ വിളിക്കുക. അമ്മയെ ഫോൺ വിളിച്ചിട്ടും സംസാരിക്കുമ്പോൾ അവിടെയുള്ളവരുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറണമെന്നും അവരെ എല്ലാവരെയും വരുതിക്ക് നിർത്തണം, അതുപോലെ തന്നെ ആനന്ദിനെ നിന്റെ കൈവെള്ളയിലാക്കണം, നാളെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ആനന്ദ് നിന്നെ ഉപേക്ഷിക്കാത്ത രീതിയിൽ അവനെ നിന്റെ വശത്തേക്ക് ആക്കണമെന്നൊക്കെ പറഞ്ഞ് അമ്മ മോൾക്ക് കുറെ ഉപദേശം പറഞ്ഞു കൊടുക്കുമ്പോൾ അമ്മ കരുതുന്നത് പോലെ ഒന്നുമല്ല, ഈ വീട്ടിലുള്ള എല്ലാവരും നല്ല ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞ് ദേവി തിരിച്ചു പറഞ്ഞു കൊടുക്കുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ അമ്മ തിരിച്ചത് തിരുത്തി പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. പേരുകളിൽ ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റം വന്നിട്ടുണ്ട്. പറയുമ്പോൾ എങ്ങനെയൊക്കെ ആണെങ്കിലും തെറ്റിപ്പോവാണ്. അപ്പോൾ ഇനി ഞാൻ മാക്സിമം അത് ശ്രദ്ധിച്ചോളാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുക കേട്ടോ. നന്ദി.